ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് വരുന്നതാണ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. ആൻസർ കീയും നൽകിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ 1. The person whom Gopalakrishna Gokhale acknowledged as his spiritual and political guru. ഗോപാലകൃഷ്ണ ഗോഖലെ acknowledge means എന്ത് ചെയ്യുക, accept ചെയ്യുക, അംഗീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. The person whom ഗോപാലകൃഷ്ണ ഗോഖലെ acknowledged as his spiritual and political guru. തൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായിട്ടുള്ള ഗുരു ആയിക്കൊണ്ട് ഗോപാലകൃഷ്ണ ഗോഖലെ ആരെയായിരുന്നു ആക്സെപ്റ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് W.C. ബാനർജി, ജസ്റ്റിസ് റാനഡെ, രവീന്ദ്രനാഥ് ടാഗോർ, S.N. ബാനർജി. ദ റൈറ്റ് ആൻസർ ഈസ് ജസ്റ്റിസ് റാനഡെ. ജസ്റ്റിസ് റാനഡെ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ തൻ്റെ സ്പിരിച്വൽ ആൻഡ് പൊളിറ്റിക്കൽ, സ്പിരിച്വൽ മീൻസ് ആത്മീയം, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയം, ഈ രണ്ട് തലത്തിലും തൻ്റെ ഗുരു ആയിക്കൊണ്ട് ഗോപാലകൃഷ്ണ ഗോഖലെ അക്സെപ്റ്റ് ചെയ്തിരുന്നത് ആരെയായിരുന്നു? ജസ്റ്റിസ് റാനഡെ. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദ ആക്ട് വിച്ച് പ്രൊവൈഡഡ് സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ്. വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. The act which provided separate communal electorate for Muslims. മുസ്ലിംസിന് വേണ്ടി സെപ്പറേറ്റ് ആയിക്കൊണ്ട് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് നടപ്പിലാക്കിയ ആക്ട് ഏതായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ആദ്യത്തെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ശ്രദ്ധിക്കാം. The Minto-Morley reforms of 1909, Monday-Chelmsford reforms of 1919, the Act of 1892, the Act of 1935. The right answer is the Minto-Morley reforms of 1909. അതായത് സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ്, അത് നടപ്പിലാക്കിയ ആക്ട് ഏതായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ, the Minto-Morley reforms of 1909. Okay, next question. The Italian who is regarded as the father of humanism. ഹ്യൂമനിസത്തിന്റെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്ന ഇറ്റാലിയൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഇറ്റാലിയൻ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. മാർട്ടിൻ ലൂതർ, ഗലീലിയോ, ജോൺ നോക്സ്, പെട്രാർക്ക്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് പെട്രാർക്ക് who was considered as the father of humanism in Italy. ഇറ്റലിയിലെ ഫാദർ ഓഫ് ഹ്യൂമനിസത്തിന്റെ വക്താവായിക്കൊണ്ട് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ആരാണ്? പെട്രാർക്ക്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two pillars of Gandhian philosophy are, since we are Indians, we must and we ought to know it. അറിയാലോ, നമ്മൾ ഇന്ത്യക്കാരെന്ന നിലക്ക് ഗാന്ധിയൻ ഫിലോസഫിയുടെ 2 പില്ലേഴ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്നുള്ളത് വി ഓട്ട് ടു, അത് നമ്മുടെ കടമയാണ്. നോക്കാം. എ, ബ്രേവറി ആൻഡ് സിമ്പതി. ബി, ഹീറോയിസം ആൻഡ് ലീഡർഷിപ്പ്. സി, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. ഡി, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. പിന്നെ കൂടുതൽ പറയേണ്ടതില്ല. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് are the 2 pillars of Gandhian philosophy. ഗാന്ധിയൻ ദാർശനിക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൻ്റെ 2 നെടും തൂണുകളായിക്കൊണ്ട് അറിയപ്പെടുന്നത് ഒന്ന് ട്രൂത്ത്, സത്യം, മറ്റൊന്ന് എന്താണ്? നോൺ വയലൻസ്, അഹിംസയാണ്. ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ബ്രേവറി ആൻഡ് സിമ്പതി, ധീരത, ദീനാനുകമ്പ, ഹീറോയിസം, വീണ്ടും എന്താണ്? ധീരത, ലീഡർഷിപ്പ്, നേതൃത്വം, ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് മീൻസ് വ്രതം എടുക്കലാണ്, പ്രേയിങ്, പ്രാർത്ഥന. സോ ദ റൈറ്റ് ആൻസർ ഈസ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ ദ 2 pillars of Gandhian philosophy. Okay, next question. The homeland and Renaissance movement in Europe. Of course, the question is related to literature. നമ്മുടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്.
ദ ഹോംലാൻഡ് ആൻഡ് ദ റിനൈസൻസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച, യൂറോപ്പിലാണ് നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം, ഹോംലാൻഡ് മീൻസ് ഈറ്റില്ലം, ബർത്ത് പ്ലേസ് ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് എവിടെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ഇംഗ്ലണ്ട്. ശരിക്ക് ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ പറയാം, ശരിക്കും ശ്രദ്ധിക്കാം. ഈ ടർക്സ് ഓർ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയോടുകൂടി ഗ്രീക്കും തങ്ങളുടെ കീഴിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരും എന്നുള്ള ഒരു ഭയം, അതായത് ഗ്രീസിനെയും തുർക്കികൾ കീഴ്പ്പെടുത്തും എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ഗ്രീസിലെ കുറെ പണ്ഡിതർ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. തങ്ങൾക്ക് കിട്ടാവുന്ന കുറെ ബുക്സും അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെയാണോ അറിവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാമായിട്ട് അവർ എന്ത് ചെയ്യുന്നു, നേരെ അവരെത്തിപ്പെടുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ്. മനസ്സിലായി? അവരവിടെ ഇറ്റലിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞ അവസരത്തിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവർക്ക് തോന്നി ഇപ്പൊ യൂറോപ്പ് ഡാർക്ക് ഏജിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്, ഈ യൂറോപ്യൻസിന് എന്തെങ്കിലുമൊക്കെ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാം. അവിടെ നിന്നാണ് റിനൈസൻസിന്റെ തുടക്കം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ ഹോംലാൻഡ് ആൻഡ് ദ റിനൈസൻസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ് സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹിസ്റ്റോറിക് കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. കിറ്റ് വിട്ടുപോകുക. കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, റെസൊല്യൂഷൻ മീൻസ് ഡിസിഷൻ, തീരുമാനമാണ്. വാസ് പാസ്ഡ് ഓൺ 8th August 1942. എവിടെ വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ ഹിസ്റ്റോറിക് കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഓൺ 8th August 1942. തീർച്ചയായിട്ടും ബോംബെയിൽ വെച്ചുകൊണ്ടായിരുന്നു, ഇന്നത്തെ മുംബൈ, അവിടെ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള കിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാഷണലിസ്റ്റ് ഹു ടുക്ക് എ ലീഡിംഗ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അവിടെ ക്വസ്റ്റ്യൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് നോട്ട് ദ കോൺഗ്രസ് പാർട്ടി, but it is the Congress Socialist Party CSP as the protest against compromising politics of Gandhiji. Once again, I repeat the question. The nationalist who took a leading role in the formation of Congress Socialist Party, CSP എന്ന് വിളിക്കപ്പെടുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ഒരു നാഷണലിസ്റ്റ് ദേശീയവാദി ആരായിരുന്നു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ജയപ്രകാശ് നാരായൺ. ഓർമ്മിക്കാം, ജയപ്രകാശ് നാരായൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാർലമെന്റ് പാസ്ഡ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നമ്മൾ വിവരാവകാശം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ട് പാസ് ചെയ്യപ്പെട്ട വർഷം ഏതായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇൻ 2005. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 2005 പാർലമെന്റ് വിവരാവകാശ നിയമം എന്ത് ചെയ്തത്, പാസ്സാക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ഹു വൺ ദ നൊബേൽ പ്രൈസ് ഇൻ 2014. 2014 സാമ്പത്തിക ശാസ്ത്രത്തിന് നേടിയ നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് എക്കോണമിസ്റ്റ് ആരായിരുന്നു എന്നുള്ളതാണ്. ഷാങ് ടി റൂൾ. ഷാങ് ടി റൂൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 2014 അർജുന അവാർഡ് വിന്നർ ടോം ജോസഫ്. 2014 അർജുന അവാർഡ് നേടിയിരിക്കുന്ന ടോം ജോസഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗെയിം. സി, ടോം ജോസഫ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം എന്നാണ് ചോദ്യം. ഇപ്പൊ 2014 അർജുന അവാർഡ് വിന്നർ ആയിട്ടുള്ള ടോം ജോസഫ് ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ടോം ജോസഫ് എപ്പോഴും അറിയപ്പെടുന്ന ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടോം ജോസഫ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് വോളിബോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The majority of people of Latin America speak the language. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അമേരിക്കയുടെ നെറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അമേരിക്കയിൽ ചില കുറഞ്ഞ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്സിലെ ഇംഗ്ലീഷ് മാതൃഭാഷയായിക്കൊണ്ട് സംസാരിക്കപ്പെടുന്നുള്ളൂ. മറ്റൊരുപാട് ഭാഷകളാണ് അമേരിക്കയിൽ സംസാരിക്കപ്പെടുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ മെജോറിറ്റി ഓഫ് പീപ്പിൾ സ്പീക്ക് സ്പാനിഷ്. ശരിക്കും ഓർമ്മിക്കാം, ലാറ്റിൻ അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആളുകളും സംസാരിക്കുന്ന ഭാഷ സ്പാനിഷാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നോവലാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, കിഴവനും കടലും. ആ നോവലിൽ ഒരുപാട് എന്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്? സ്പാനിഷ് വേർഡ്സ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിക്കവാറും എന്താണ് ലാറ്റിൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാനിഷാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഷിഫ്റ്റഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി. ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. The capital of British India was shifted from Calcutta to Delhi. It was in 1911. 1911 കൽക്കട്ടയിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റിയത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ ലീഡർ whom the British called the father of Indian unrest. ഇന്ത്യയിൽ ആകെ കുഴപ്പങ്ങൾ, അൺട്രസ്റ്റ്, ഇന്ത്യയിൽ ആകെ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഫാദർ എന്ന് എന്ത് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, സി ക്യാപ്റ്റൻ ലക്ഷ്മി, ഡി നെഹ്റു. ദ ആൻസർ ഈസ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ആയിരുന്നു ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു ടൈറ്റിൽ ആയിരുന്നു ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. ക്വസ്റ്റ്യൻ 14. ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജർമ്മൻ അസ്ട്രോണമർ, അസ്ട്രോണമി വാന നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ദ ഗ്രേറ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ അസ്ട്രോണമർ who proved the elliptical movement of the planets around the sun. Elliptical means കൂടുതൽ ഇളകാതെ ഈ രീതിയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് എലിപ്റ്റിക്കൽ. ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേഷനറി എന്നൊക്കെ പറയാം. സ്റ്റേഷനറി എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് STANTIONARY ആണ്. NERY എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി കട, ചെറിയ എന്താണ് നോട്ട്ബുക്കോ പെൻസിലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വിൽക്കുന്ന കടക്കാണ് സ്റ്റേഷനറി. അത് NERY ആണ്. ഇവിടെ സ്റ്റേഷനറി മീൻസ് അനക്കമൊന്നും കൂടാതെ STATIONARY. അപ്പൊ സ്റ്റേഷനറി എന്നുള്ളതാണ് എലിപ്റ്റിക്കൽ എന്നുള്ള വേർഡിന് അർത്ഥം. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജർമ്മൻ അസ്ട്രോണമർ, പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ വാന നിരീക്ഷക ശാസ്ത്രജ്ഞൻ, who proved the elliptical movement of planets around the sun. സൂര്യന് ചുറ്റും മറ്റെല്ലാ ഗ്രഹങ്ങളും സ്റ്റേഷനറി ആയിക്കൊണ്ട് നിശ്ചലമായിക്കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിച്ച ജർമ്മൻ അസ്ട്രോളജർ ആരായിരുന്നു എന്നുള്ളതാണ്. ജോഹൻസ് കെപ്ലർ. ഓർമ്മിക്കാൻ കെപ്ലർ എന്നുള്ള പേര് എപ്പോഴും യോഹൻസും ഉച്ചരിക്കാം, യോഹൻസ് കെപ്ലർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്ലാസിക് വർക്ക് ഡോൺ ക്വിക്സോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡോൺ കിഹോത്ത് എന്നുള്ള ഡോൺ കിഹോത്ത് എന്ന് സ്പാനിഷ് ഭാഷയിലും ഉച്ചരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ അതറിയപ്പെടുന്ന എന്താണ്? ഡോൺ ക്വിക്സോട്ട്. ദ ക്ലാസിക് വർക്ക് ഡോൺ ക്വിക്സോട്ട് ഈസ് കമ്പോസ്ഡ് ബൈ ദ ഫേമസ് സ്പാനിഷ് റൈറ്റർ. പ്രശസ്തരായിട്ടുള്ള ഒരു സ്പാനിഷ് റൈറ്റർ ആയിരുന്നു ഡോൺ ക്വിക്സോട്ട് എന്നുള്ള ക്ലാസിക് വർക്ക്. അത് രചിക്കപ്പെട്ടിട്ട് 500 വർഷം കടന്നു പോയെങ്കിൽ പോലും ഇന്നും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. അത് രചിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഓതർ ആരായിരുന്നു എന്നുള്ളതാണ്. ബൊക്കേഷ്യോ, അവിടെ സ്പെല്ലിംഗ് ബക്കേഷ്യോ എന്നാണ് കൊടുത്തിരിക്കുന്നത്, BO എന്നാക്കി കറക്റ്റ് ചെയ്യാം. ബൊക്കേഷ്യോ
Answer is not right. Edmund Spencer. No. Servants is the right answer. Servants. Servants-ന്റെ ക്ലാസിക്കൽ വർക്കായിരുന്നു ഡോൺ ക്വിക്സോട്ട്. ബൊക്കേഷ്യോ നിങ്ങൾക്കറിയാം, ദ ഫെയറി ക്യൂൻ. എഡ്മണ്ട് സ്പെൻസർ ദ ഫെയറി ക്യൂൻ. എഡ്മണ്ട് സ്പെൻസർ ആണ്. ഓക്കെ, പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്ക് സ്പെൻസറിന്റെ ഫെയറി ക്യൂൻ ആണ്. ബൊക്കേഷ്യോ ഡെക്കാമെറോൺ. ഓർമ്മിക്കാം, ബൊക്കേഷ്യോ, അതും കൂടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ബൊക്കേഷ്യോയുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഡെക്കാമെറോൺ. എഡ്മണ്ട് സ്പെൻസറിൻ്റെത് പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ഫെയറി ക്യൂൻ. സെർവൻസിന്റെ തീർച്ചയായിട്ടും എന്താണ്? ഡോൺ ക്വിക്സോട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് among the following learning material is related to LCT? LCT, Language and Communication Technology. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലേണിംഗ് മെറ്റീരിയൽസ് ഈസ് റിലേറ്റഡ് ടു LCT. A. Whiteboard. B. Globe. C. Chart. D. Textbook. Of course, C. Learning materials which are related to LCT is whiteboard. Whiteboard, option A is the right answer. Okay, next question. The research method used for solving the real problems in one's own working field is called. എവിടെയും ആവാം വർക്കിംഗ് ഫീൽഡ്, തൊഴിലിടം എന്ന് പറയും. ഇപ്പം നിങ്ങൾ ടീച്ചേഴ്സ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ആണെങ്കിൽ അത് നിങ്ങളുടെ വർക്കിംഗ് ഫീൽഡാണ്. ഓക്കെ, വർക്കിംഗ് ഫീൽഡിൽ ഇഫ് ദർ ഹാപ്പൻസ് ടു ബി എ റിയൽ പ്രോബ്ലം, വാട്ട് ഈസ് ദ മെത്തഡ് യൂസ്ഡ് ഫോർ സോൾവിങ് ദാറ്റ് പ്രോബ്ലം? ഏത് തൊഴിലിടങ്ങളിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ് ഏത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഏതൊക്കെയെന്ന് നോക്കാം. എ. കേസ് സ്റ്റഡി. ബി. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. സി. ആക്ഷൻ റിസർച്ച്. ഡി. ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, കേസ് സ്റ്റഡി. തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, റിയൽ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ് എപ്പോഴും എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? കേസ് സ്റ്റഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻസ്? ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കരിക്കുലം പാഠ്യപദ്ധതിയാണ്. ഇൻസ്ട്രക്ഷൻസ് മീൻസ് അറിവ്, ടീച്ചിങ് ആണ്. അതായത് അറിവ് പകർന്നു കൊടുക്കുന്നതിനാണ് ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻസ്? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻസ് was written by or is written by റാൽഫ് ടൈലർ. ആ പേര് ഓർമ്മിക്കാം, അവിടെ ആർ എന്നുള്ള ക്യാപിറ്റലിലേക്ക് മാറ്റുക, റാൽഫ് ടൈലർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റെസിപ്രോക്കൽ ടീച്ചിങ്? അവിടെ ക്വസ്റ്റ്യൻ ഡിസപ്റ്റീവ് ആണ്, നിങ്ങളെ കബളിപ്പിക്കും. ആ നോട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൽ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മേ അഗെയിൻ ബി റിപ്പീറ്റഡ്. എന്തായിരുന്നാലും ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, അടുത്ത വരാനിരിക്കുന്ന എക്സാമ്പിൾ എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റെസിപ്രോക്കൽ ടീച്ചിങ്? റെസിപ്രോക്കൽ മീൻസ് മ്യൂച്വൽ, പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എന്നുള്ളതാണ് ചോദ്യം. നോട്ട് റിലേറ്റഡ് ടു റെസിപ്രോക്കൽ ടീച്ചിങ്. ഡയലോഗ് നമുക്കറിയാം റെസിപ്രോക്കലാണ്. നമുക്ക് ഡയലോഗ് അടിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പേര് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വേണം. ക്വസ്റ്റ്യനിങ്, ഓഫ് കോഴ്സ് ദർ മസ്റ്റ് ബി 2 or more പേഴ്സൺസ്. ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയണം. റൈറ്റിംഗ് യു ക്യാൻ ഡു ഇറ്റ് അലോൺ. ക്ലാരിഫൈ, ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യണമെങ്കിലും അവിടെ 2 പേര് വേണം. സോ the right answer is option C, writing.
ബാക്കിയൊക്കെ റെസിപ്രോക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡയലോഗും ക്വസ്റ്റ്യനും ക്ലാരിഫൈങ് ഓർ ക്ലാരിഫിക്കേഷൻ അതൊക്കെ തന്നെ റെസിപ്രോക്കൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇവിടെ റൈറ്റിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പതുക്കെ കിടക്കുന്നത്. ദ അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ഹു ഈസ് സാന്റിയാഗോസ് ഫേവറിറ്റ്. ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയിരിക്കുന്ന, ശ്രദ്ധിക്കാം, ഏണസ്റ്റ് ഹെമിംഗ്വേ, അതായത് അമേരിക്കക്കാർ സ്നേഹത്തോടു കൂടി പപ്പ എന്ന് വിളിച്ചിരുന്ന അമേരിക്കക്കാരുടെ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിരുന്നു ഹെമിംഗ്വേ. അദ്ദേഹത്തിന്റെ മേഖല നോവൽസ് ആയിരുന്നു, ഫിക്ഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നോവൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നുള്ള നോവലില് പ്രൊട്ടഗോണിസ്റ്റ് ആണ് സാന്റിയാഗോ, എ വെരി ഓൾഡ് മാൻ. പിന്നെ സാന്റിയാഗോയുടെ അസിസ്റ്റന്റ് ആയിക്കൊണ്ട് വല്ലപ്പോഴും തോണിയിൽ പോകുന്ന മനോലിൻ, ഓർമ്മിക്കാം. അപ്പൊ സാന്റിയാഗോ മനസ്സിൽ എപ്പോഴും ഫേവറേറ്റ് ആയിക്കൊണ്ട് നടക്കുന്ന ഒരു ബേസ്ബോൾ പ്ലെയർ ഉണ്ട്. ബേസ്ബോൾ എന്ന് പറയുമ്പം ശ്രദ്ധിക്കാം, അമേരിക്കയുടെ നാഷണൽ ഗെയിം ആയിക്കൊണ്ടാണ് ബേസ്ബോൾ അറിയപ്പെടുന്നത്. ആ ചോദ്യം കൂടെ ശ്രദ്ധിക്കാം. അമേരിക്കയുടെ നാഷണൽ ഗെയിമാണ് ബേസ്ബോൾ. അപ്പോ ഓൾഡ് മാൻ ആൻഡ് ദ സീയിലെ നായകനായിരിക്കുന്ന സാന്റിയാഗോ വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന സാന്റിയാഗോയുടെ ഫേവറേറ്റിലായിട്ടുള്ള ബേസ്ബോൾ പ്ലെയർ ആരായിരുന്നു എന്നുള്ളതാണ്. ആ നോവൽ വായിച്ചിട്ടില്ല എങ്കിൽ, പഠിച്ചിട്ടില്ല എങ്കിൽ പഠിച്ചു കാണും. എങ്ങനെയായിരുന്നു നിങ്ങളെയൊക്കെ അത് പഠിപ്പിച്ചിരുന്നത്? വാസ് ഇറ്റ് ത്രൂ ദ ടെക്സ്റ്റിലൂടെ ആയിരുന്നോ, അതല്ല അതിന്റെ ബ്രീഫ് കഥ പറഞ്ഞു തന്നായിരുന്നോ? എന്താണെന്ന് അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു അറൗണ്ട് 100 പേജസ് ചെറിയ ഒരു ഫിക്ഷനാണ്. ഹെമിംഗ്വേ എഴുതിയിട്ടുള്ള ചെറിയ ഒരു നോവലാണ്. തീർച്ചയായിട്ടും അതൊരു ആസ്വാദനത്തിന് വേണ്ടി തന്നെയെങ്കിലും അത് വായിക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. നോക്കാം, മാക്സ്വെൽ പെർക്കിൻസ്, റൈമണ്ട് ഷെപ്പേർഡ്, ജോ ഡി മാഗിയോ, ഗ്രിഗോറിയോ ഫ്യൂൻസ്. ജോ ഡിമാഗിയോ എന്നുള്ള പേര് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ സാന്റിയാഗോ ഒരു ആരാധനയോടുകൂടി ഒരു ഫേവറേറ്റ് ആയിക്കൊണ്ട് കാണപ്പെടുന്ന അമേരിക്കൻ ബേസ്ബോൾ പ്ലെയർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാഗിയോ. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലൈൻ ഫ്രം ഗ്രേസ് എലിജി. തീർച്ചയായിട്ടും തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, പള്ളിയങ്കണത്തിൽ നിന്നും എഴുതപ്പെട്ട ചില വിലാപ വരികൾ എന്നുള്ളതാണ്. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്, എലിജി വിലാപകാവ്യമാണ്. അതിലെ രണ്ടാമത്തെ വരിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ദ പ്ലൗമാൻ ഹോംവേർഡ് പ്ലൂഡ്സ് ഹിസ് വെരി വേ. രണ്ടാമത്തെ വരി ശ്രദ്ധിക്കാം. ദ പ്ലൗമാൻ, പ്ലൗ കന്നുകൂട്ടുന്നയാളാണ്, കലപ്പേന്തിയ ആൾക്കാണ് പ്ലൗമാൻ. ഹോംവേർഡ് മീൻസ് ടുവേഴ്സ് ഹിസ് ഹോം. Plods means walk with heavy steps because of tiredness. ഇവിടെ കർഷകൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കന്നുകൂട്ടുകയായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് സന്ധ്യ മയങ്ങുന്ന സമയത്ത് അയാൾ ക്ഷീണിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഹിസ് വെരി വേ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്ത് എന്നുള്ളതാണ്. മെറ്റോണിമി, സിമിലി, മെറ്റഫർ, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്കറിയാം മെറ്റോണിമി എന്ത് അലങ്കാരമാണെന്ന് ഒന്ന് നോക്കുക. ചില പോക്ക് ഞാൻ നിങ്ങൾക്ക് ഇടക്കിട്ടത്. അപ്പോൾ നിങ്ങളിലുള്ള കാലിബർ, നിങ്ങളുടെ കഴിവ് പതുക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പം മെറ്റോണിമി എന്താണ് അലങ്കാരം എന്ന് കണ്ടെത്തുക. സിമിലി നിങ്ങൾക്കറിയാം, ആസോ, ലൈക്കോ വന്നു കഴിഞ്ഞാൽ സിമിലിയാണ്, ഉപമ എന്ന് പറയും. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലിയാണ്. മെറ്റഫർ, മൈ ലവ് ഈസ് എ റെഡ് റോസ്. ലൈക്കും ആസും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറ്റഫറാണ്. മറ്റൊന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഷീ റാൻ ലൈക്ക് പി ടി ഉഷ. അവൾ പി ടി ഉഷയെ പോലെ ഓടി. സോ ഇറ്റ്സ് സിമിലി. ഷീ വാസ് എ പി ടി ഉഷ ഇൻ ഹർ റണ്ണിങ്. ഓട്ടത്തിൽ അവൾ പി ടി ഉഷ ആയിരുന്നു, മെറ്റഫറാണ്. അതൊന്നുമല്ല നമ്മുടെ ഉത്തരം. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. എപ്പിത്തറ്റ് മീൻസ് എഡ്ജക്റ്റീവ് വിശേഷണമാണ്. ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിത്തറ്റ് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തിന് പകരം മാറ്റി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
ഓൾഡ് മാൻ എന്ന് പറയുമ്പം എപ്പിത്തറ്റ് അവിടെ ഓൾഡ് ആണ്, അഡ്ജക്റ്റീവ്. അത് റൈറ്റ്ലി പ്ലേസ്ഡ് ആണ്, മാനിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ വരി നോക്കാം, വേരി എന്നുള്ള ടയേർഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രേ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ വേ ദറ്റ് ഈസ് വേരി, ബട്ട് ഹു ഈസ് വേരി? ദ പ്ലൗമാൻ. ഓർമ്മിക്കാം, വഴിയല്ല ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നത്. ഇവിടെ ക്ഷീണിച്ച് ബുദ്ധിമുട്ടി വീട്ടിലേക്ക് നടന്നു പോകുന്ന പ്ലൗമാനാണ്, കർഷകനാണ്. മനസ്സിലായോ? ഇപ്പൊ വേരി എന്നുള്ള ആർക്കാണ് വെച്ചു കൊടുക്കേണ്ടത്? പ്ലൗമാനാണ്. പക്ഷെ അവിടെ വെച്ചു കൊടുത്തിരിക്കുന്ന ആർക്കാണ്? വെയ്ക്കാണ്. അപ്പൊ എഡ്ജക്റ്റീവ് അല്ലെങ്കിൽ എപ്പിത്തെറ്റ് വെച്ചു കൊടുക്കേണ്ട സ്ഥലത്തിന് പകരം മാറി മറ്റെവിടെയെങ്കിലും വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വിശേഷണത്തിന് അല്ലെങ്കിൽ അലങ്കാരത്തിന് പറയുന്ന പേരാണ് ഫിഗർ ഓഫ് സ്പീച്ച് ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ്. ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മെറ്റോണമി എന്താണെന്നുള്ള അലങ്കാരം കണ്ടെത്തുക. സിമിലി പറഞ്ഞു കഴിഞ്ഞു, മെറ്റഫർ പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ്. പിന്നെ എലിജിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് ഇയർ വാസ് റിട്ടൺ ബൈ തോമസ് ഗ്രേ. ഇനി ഈ കവിതയിലെ ഓരോ വരി എടുത്തു കഴിഞ്ഞാലും ആ വരികളെല്ലാം തന്നെ എഴുതിയിരിക്കുന്ന അയാംബിക് പെൻറ്റാമീറ്ററിലാണ്. ഞാൻ പറഞ്ഞിരുന്നു, അവസരം കിട്ടുന്ന അവസരത്തിൽ നിങ്ങളെ ഫെനറ്റിക്സ് കുറച്ച് എന്ത് ചെയ്യുന്ന അവസരത്തിൽ, ട്രെയിൻ ചെയ്യുന്ന അവസരത്തിൽ അവിടെ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, വൃത്തവും അതോടൊപ്പം തന്നെ ഫൂട്ടും വേർതിരിക്കേണ്ടത് ഞാൻ ബോർഡിൽ എഴുതി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോ എലിജിയുടെ ഓരോ വരിയും എഴുതിയിരിക്കുന്നത് അയാംബിക് പെൻറ്റാമീറ്ററിലാണ്. അയാംബിക് മീൻസ്, അയാംബിക്കിന്റെ ലക്ഷണം എന്താണ്? എൻ അൺസ്ട്രെസ്ഡ് സിലബിൾ ഈസ് ഫോളോവഡ് ബൈ എ സ്ട്രെസ്ഡ് സിലബിൾ. പെൻറ്റ മീൻസ് 5 ഫൂട്ടാണ്. ഓക്കെ, അപ്പൊ അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, എലിജി എഴുതിയിരിക്കുന്നത് തോമസ് ഗ്രേ ആണ്. നിയോ ക്ലാസിക്കൽ ഏജിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയട്രി ആസ് എ ക്ലാസിസിസ്റ്റ് ബട്ട് എൻറ്റേർഡ് ആസ് എ റൊമാൻറ്റിസിസ്റ്റ്. അയാൾ കവിത എഴുതി തുടങ്ങിയത് ക്ലാസിസിസ്റ്റ് ആയിക്കൊണ്ടായിരുന്നു. പക്ഷെ അവസാന കാലഘട്ടമായപ്പോഴേക്കും അദ്ദേഹം റൊമാൻറ്റിസിസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ എലിജി എഴുതപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അയാംബിക് പെൻറ്റാമീറ്ററിലാണ്. ഇവിടെ ഉത്തരം എന്താണ്? ട്രാൻസ്ഫേർഡ് എപ്പിത്തെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 23. Son of Ulysses, to whom he bestowed. യൂലിസസ് വിശ്വസിച്ചേൽപ്പിക്കുകയാണ് ദ ചാർജ് ഓഫ് ഹിസ് കൺട്രി ഇത്താക്ക. യൂലിസസിന്റെ നാട് എവിടെയായിരുന്നു? ഇത്താക്കയായിരുന്നു. അപ്പൊ യൂലിസസിനെ കുറിച്ച് പറയുമ്പം 1-2 കാര്യങ്ങൾ യു മസ്റ്റ് റിമെമ്പർ. യൂലിസസ് ഈസ് ദ സെയിം നെയിം ഓഫ് ഒഡീസസ്. ഹോമർ എഴുതിയിരിക്കുന്ന ഒഡീസിയിലെ ഒഡീസസ് എന്ന് പറയുന്നതും യൂലിസസ് എന്ന് പറയുന്നതും രണ്ടും ഒരു ആള് തന്നെയാണ്. യുലിസീസ് എന്ന് പറയാം, യുലിസസ് എന്ന് പറയാം. ഒഡീസസ് രണ്ടുപേരും ഒരാൾ തന്നെയാണ്. യുലിസീസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ടെന്നിസൺ. ആൽഫ്രഡ് ടെന്നിസന്റെ കഥാപാത്രമാണ്. ടെന്നിസൺ വിക്ടോറിയൻ കാലഘട്ടത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് ദി വിക്ടോറിയൻ ഏജ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ആവർത്തിച്ചിരുന്നു, ശ്രദ്ധിക്കാം. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ട്രയംവിറേറ്റ്സ്, മൂവർ കവികളായിക്കൊണ്ട് അറിയപ്പെടുന്ന ടെന്നിസണും റോബർട്ട് ബ്രൗണിങ്ങും മാത്യു ആർണോൾഡുമാണ്. എഴുതി വെക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മിക്കാം. ട്രയംവിറേറ്റ്സ് അല്ലെങ്കിൽ ട്രയംവർ പോയറ്റ്സ്, മൂവർ കവികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാം. വിക്ടോറിയൻ കാലഘട്ടത്തിലെ മൂവർ കവികളായിക്കൊണ്ട് അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ടെന്നിസൺ, റോബർട്ട് ബ്രൗണിങ്, മാത്യു ആർണോൾഡ്. ടെന്നിസൺ യൂലിസസിനെ, അതായത് ഒഡീസസിനെ, ഹോമറിന്റെ ഒഡീസസിനെ മറ്റു രീതിയിൽ മാറ്റി എഴുതിയാണ് യൂലിസിസിൽ ചെയ്തിരിക്കുന്നത്. യൂലിസസ് ആയാലും ഒഡീസസ് ആയാലും, യൂലിസസും ഒഡീസസും രണ്ടും ഒരു ക്യാരക്ടറാണ്. യൂലിസസ് അല്ലെങ്കിൽ ഒഡീസസ് വാസ് ദ കിങ് ഓഫ് ഇത്താക്ക. ഇത്താക്ക ഒരു ഗ്രീക്ക് രാജ്യങ്ങളിൽ ഒരു ഐലൻഡ് ആയിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ ഒരു ദ്വീപാണ്. ആ ദ്വീപിലെ ഇത്താക്ക എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലെ രാജാവായിരുന്നു ആര്? യൂലിസിസ്. യൂലിസസ് ട്രോജൻ വാറിന് വേണ്ടി, ഹെലനെ വീണ്ടെടുക്കാൻ വേണ്ടി, അതിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് സമയമെടുക്കും. ബാക്കിയൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും കഥകൾ നമുക്ക് ഫില്ലപ്പ് ചെയ്ത് പോകാം. ട്രോജൻ വാറിന് വേണ്ടി പോകുന്ന അവസരത്തിൽ തൻ്റെ മകനായിട്ടുള്ള ടെലിമാക്കസിനെയാണ് രാജ്യം ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാജ്യം ഏൽപ്പിക്കാൻ മാത്രമൊന്നും ടെലിമാക്കസ് വളർന്നിരുന്നില്ല എന്ന് ഉള്ള ഒരു സത്യമാണ്. ഒഡീസസ്
MA ക്ലാസ്സുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിക്കേണ്ടി വരും. ഒഡീസസ് പഠിപ്പിച്ചതിൽ നിന്നും മനസ്സിലായത് ടെലിമാക്കസ് വാസ് ജസ്റ്റ് 1 year old when Ulysses left for the war. അതായത് ട്രോയിലേക്ക് യൂലിസസ് അല്ലെങ്കിൽ ഒഡീസസ് യുദ്ധത്തിന് പോകുമ്പം ടെലിമാക്കസിന് 1 വയസ്സാണ് പ്രായം. ഓക്കെ, യൂലിസസ് നാട്ടിൽ തിരിച്ചെത്തുമ്പം ടെലിമാക്കസ് 20 years 20 വർഷം ആയിരിക്കുന്നു. അതായത് 20 വർഷക്കാലത്തിന് ശേഷമാണ്, 10 വർഷം ട്രോയിലെ യുദ്ധവും 10 വർഷം ശാപം കെട്ടിക്കൊണ്ട് കടലിൽ അലഞ്ഞതിന് ശേഷമാണ് ഒഡീസസ് അല്ലെങ്കിൽ യൂലിസസ് എവിടെ ഇത്താക്കയിൽ എത്തിപ്പെടുന്നത്. ഏതായിരുന്നാലും കവി കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആരെയാണ്? ടെലിമാക്കസിന്, ഹിസ് ഓൺലി സൺ ടെലിമാക്കസിന് രാജ്യഭരണം ഏൽപ്പിച്ചുകൊണ്ടാണ് യൂലിസസ് യുദ്ധത്തിന് പോയത് എന്നുള്ളതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. കഥ എന്തുമാവട്ടെ, കഥയിലൊക്കെ ഒരുപാട് ഡൈഗ്രഷൻസ് ഉണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്: സൺ ഓഫ് യൂലിസസ് ടു ഹും ഹി ബിസ്റ്റോവ്ഡ് ദ ചാർജ് ഓഫ് ഹിസ് കൺട്രി ഇത്താക്ക. ദ റൈറ്റ് ആൻസർ ഈസ് ടെലിമാക്കസ്. ടെലിമാക്കസ് ഓർമ്മിക്കുക, ഒഡീസസിന്റെ യൂലിസസിന്റെ ഏക മകനായിരുന്നു. ചോദ്യം മാറിയും വന്നേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രീക്ക് പ്ലേറൈറ്റ് ഹു ഈസ് റെഫേർഡ് ടു ഇൻ ഡോവർ ബീച്ച്. ഡോവർ ബീച്ച് ഈസ് എൻ എലിജി ഓർ എലിജിയാക് പോം എന്ന് വിളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ ട്രാംവർ പോയറ്റ്സ്, 3 കവികളിൽ മാത്യു ആർണോൾഡ് എഴുതിയിരിക്കുന്ന ഒരു കാവ്യമാണ് ഡോവർ ബീച്ച്. ഡോവർ ബീച്ചിന് അഭിമുഖമായിരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഡോവർ ബീച്ചിലേക്ക് നോക്കിക്കൊണ്ട് എഴുതിയ ഒരു കാവ്യമാണ്. ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ഈസ് ദ തീം ഓഫ് ദ പോയം. അതായത് അദ്ദേഹത്തിന്റെ വിശ്വാസവും അത് നേരിടുന്ന പ്രതിസന്ധികളുമാണ് അതിന്റെ പ്രമേയം. ഏതിന്റെ പ്രമേയം? നമ്മുടെ ഡോവർ ബീച്ചിന്റെ പ്രമേയം. പതുക്കെ എന്ത് ചെയ്യാണ്? ഫെയ്ത്ത് ആളുകളുടെ മനസ്സിൽ നിന്നും വിടവാങ്ങുകയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പതുക്കെ മുന്നേറുകയാണ്, അഡ്വാൻസ് ചെയ്യുകയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് പീപ്പിൾ ബിഗാൻ ടു ലൂസ് ദെയർ ഫെയ്ത്ത്. ഓക്കെ, മാത്യു ആർണോൾഡ് ഉറച്ച ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, on the one side there is science proves it is so and so, the other side faithന് ഒരിക്കലും എന്തില്ല, പ്രൂഫില്ല, തെളിവൊന്നുമില്ല. മനസ്സിലായി? അപ്പോ ശാസ്ത്രം കൺമുമ്പിൽ കാണിച്ചു തരുന്നത് വിശ്വസിക്കണമോ അതല്ല അന്ധമായിട്ട് ഫെയ്ത്തിൽ വിശ്വസിക്കണം എന്നുള്ള ഒരു ക്രൈസിസിൽ പെട്ടുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പോം ആണ് ഡോവർ ബീച്ച്. ഡോവർ ബീച്ച് എഴുതിയിരിക്കുന്നത് മാത്യു ആർണോൾഡ് ആണ്. മാത്യു ആർണോൾഡ് ലിവ്ഡ് ഇൻ ദ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അതിൽ അദ്ദേഹം ആ കവിതയിൽ ഒരു ഗ്രീക്ക് പ്ലേറൈറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരാണ് അത് എന്നുള്ളതാണ്. ഇസ്കിലസ്, സോഫോക്കിൾസ്, അരിസ്റ്റോഫെയിൻസ്, യൂറിപ്പിഡീസ്. ഇനി ആ കവിത എൻ്റെ മുമ്പിലില്ല, എന്നിരുന്നാലും ആ കവിതയിലെ വരി ഇതാ. അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആ കവിതയിലെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നതിൽ നിന്നുള്ള ഓർമ്മയിൽ നിന്നും എടുത്ത് പറയുകയാണ്. Sophocles long ago heard it on the Aegean. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. Sophocles long ago heard it on the Aegean. എനിക്ക് തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഡോവർ ബീച്ച് എന്നുള്ള മാത്യു ആർണോൾഡിന്റെ കവിത എടുത്തതിന് ശേഷം ഒന്ന് സ്കാൻ ചെയ്യാം. ഈ വരി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് വരി? സോഫോക്കിൾസ് ലോങ് എഗോ ഹേർഡ് ഇറ്റ്, സാഡ്നസ് ഓഫ് ഹ്യൂമൻ ബീങ്. കഷ്ടപ്പാടിൽ ആകെപ്പെട്ടുഴലുന്ന മനുഷ്യന്റെ രോദനം അങ്ങ് പുരാതന കാലഘട്ടത്തിൽ ഏജിയൻ കടലിൽ സോഫോക്കിൾസ് കേട്ടിരുന്നു എന്ന്. അപ്പൊ ഡോവർ ബീച്ചിൽ മാത്യു ആർണോൾഡ് പതുക്കെ റെഫർ ചെയ്ത് പോകുന്ന നാടകകൃത്ത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫോക്കിൾസ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇസ്കില്ലസ്, സോഫോക്കിൾസ്, അരിസ്റ്റോഫെയിൻസ്, യൂറിപ്പിഡീസ്, ഓൾ ഓഫ് ദം വേർ ഗ്രീക്ക് പ്ലേറൈറ്റ്സ്. അതിൽ അരിസ്റ്റോഫെയിൻസ് മാത്രം കൊമേഡിയൻ ആയിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ എഴുതിയിരുന്ന ട്രാജഡികളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25. Name the poetic collection in which A Prayer for My Daughter was published in 1921. 1921 A Prayer for My Daughter, എൻ്റെ മകൾക്കു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള
കവിത പബ്ലിഷ് ചെയ്തത് 1921 ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അത് ഏത് പോയറ്റിക് കളക്ഷനിലായിരുന്നു പബ്ലിഷ് ചെയ്തത്? ബട്ട് ബിഫോർ വി ഗോ ടു ദ ആൻസർ, യു മസ്റ്റ് നോ ഹു റോട്ട് ദ പോയം എ പ്രെയർ ഫോർ മൈ ഡോട്ടർ. എ പ്രെയർ ഫോർ മൈ ഡോട്ടർ എന്നുള്ള കാവ്യം രചിച്ചിരിക്കുന്നത് ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ഇറ്റ് വാസ് വില്യം ബട്ട്ലർ യേറ്റ്സ്, W.B. യേറ്റ്സ്, ദ ഗ്രേറ്റ് ഐറിഷ് പോയറ്റ്. നമുക്കറിയാം, മനസ്സിലായില്ലേ? അയർലൻഡിലെ ദേശീയ കവിയായിക്കൊണ്ട് അറിയപ്പെടുന്ന വില്യം ബട്ട്ലർ യേറ്റ്സ് എഴുതിയിരിക്കുന്ന ഒരു പോയമാണ് എ പ്രെയർ ഫോർ മൈ ഡോട്ടർ. 50 വയസ്സ് വരെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. മോഡ്ഗോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സുന്ദരിയുടെ പുറകെ പ്രണയവുമായിട്ട് നടക്കുകയായിരുന്നു. ഈസ്റ്റർ 1916 എന്നുള്ള കവിതയിൽ അദ്ദേഹം വ്യക്തമായിട്ട് മോഡ്ഗോണിനെ ഉദ്ധരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മനസ്സിലായി? 50 വയസ്സ് വരെ പ്രണയവുമായിട്ട് മോഡ്ഗോണിന്റെ പുറകെയായിരുന്നു. ക്ലാസിക്കൽ ബ്യൂട്ടിയുടെ ഒരു സിമ്പൽ ആയിക്കൊണ്ടായിരുന്നു, യവന സൗന്ദര്യത്തിന്റെ ഒരു സിമ്പൽ ആയിക്കൊണ്ടായിരുന്നു മോഡ്ഗോണിനെ ആര് കണ്ടത്? നമ്മുടെ വില്യം ബട്ട്ലർ യേറ്റ്സ് കണ്ടത്. മാക്ബ്രൈഡ് ആയിരുന്നു പിന്നീട് മോഡ്ഗോണിനെ വിവാഹം കഴിച്ചത്. ജോൺ മാക്ബ്രൈഡും മോഡ്ഗോണും തമ്മിലുള്ള വിവാഹം 1 വർഷമേ നീണ്ടുന്നുള്ള അവർ തെറ്റിപ്പിരിഞ്ഞു, അടിച്ചു പിരിഞ്ഞു. ബിക്കോസ് മാക്ബ്രൈഡ് വാസ് എ ഡ്രങ്കാർഡ്. എന്നിട്ടും, അതായത് വിവാഹ മോചനത്തിന് ശേഷവും പിന്നീട് ഈസ്റ്റർ റബലിലും പങ്കെടുത്തു. മാക്ബ്രൈഡ് വാസ് ഷോട്ട് ടു ഡെത്ത്. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മാക്ബ്രൈഡിനെ വെടിവെച്ചു കൊന്നു. എന്നിട്ടും വില്യം ബട്ട്ലർ യേറ്റ്സ് പ്രണയവുമായിട്ട് ആരുടെ പുറകെ നടന്നു? നമ്മുടെ മോഡ്ഗോൺ. പക്ഷെ മോഡ്ഗോൺ യേറ്റ്സിനോട് പറഞ്ഞു, യു ആർ മൈ ഫ്രണ്ട്, നിങ്ങൾ എൻ്റെ നല്ല ഒരു സുഹൃത്താണ്. വില്യം ബട്ട്ലർ യേറ്റ്സിന്റെ പല നാടകങ്ങളിലും ആര് അഭിനയിച്ചിരുന്നു? മോഡ്ഗോൺ. പക്ഷെ ഒരിക്കലും നിങ്ങൾ എനിക്ക് ഭർത്താവായിക്കൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെ വില്യം ബട്ട്ലർ യേറ്റ്സ് 50-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 51-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പം വില്യം ബട്ട്ലർ യേറ്റ്സ് എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു കാവ്യമായിരുന്നു എ പ്രെയർ ഫോർ മൈ ഡോട്ടർ. അത് ഇവിടെ ചോദ്യം അതൊന്നുമല്ല, ഞാൻ ഒന്ന് മാറിപ്പോയതാണ്. അത് എന്താണ് പോയറ്റിക് കളക്ഷൻ, കവിതാ സമാഹാരത്തിലായിരുന്നു അദ്ദേഹം പബ്ലിഷ് ചെയ്ത് 1921 എന്നുള്ളതാണ്. മിക്കായേൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ, അതായിരുന്നു ആ പോയറ്റിക് കളക്ഷന്റെ പേര്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ തീം ഓഫ് എസക്കിയൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. യു മൈറ്റ് ഹാവ് ലേൺഡ്, തീർച്ചയായിട്ടും പഠിച്ചിരിക്കാം, നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ. ഇന്ത്യൻ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എപ്പോഴും ഡിഗ്രിക്ക് പഠിക്കാൻ കടന്നവരാണ്, അല്ലെങ്കിൽ PG കഴിഞ്ഞവരാവട്ടെ, അവർക്കും ഉണ്ടാവാറുണ്ട്. എസക്കിയലിന്റെ തേള് കടന്നു വന്ന രാത്രി, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ആ കവിതയുടെ പ്രമേയം എന്ത് എന്നുള്ളതാണ്. A. God. B. Superstition. C. Luck. D. Life. Of course, അമ്മയെ തേള് കുത്തി കഴിഞ്ഞ അവസരത്തിൽ C. അതിലെ നരേറ്റർ വാസ് എ യങ് ലാഡ്. ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയനിലെ നരേറ്റർ, കഥ പറയുന്ന ആൾ ഒരു ചെറിയ പയ്യനാണ്. ഹിസ് മദർ വാസ് ബിറ്റൻ ബൈ എ സ്കോർപ്പിയൻ. അവന്റെ അമ്മയെ എന്ത് ചെയ്യണം? ഒരു തേള് രാത്രി കുത്തുകയാണ്. തേള് കുത്തി കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ ഒരു പാവ് വിരിച്ചു അമ്മയെ നിലത്ത് കിടത്തുകയാണ്. ആൻഡ് പീപ്പിൾ കെയിം ബസിങ് എന്നാണ് പറഞ്ഞത്. മൂളിക്കൊണ്ടതാ ആളുകൾ വരാൻ തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്നും, ലാൻഡ് റാന്തലുമായിക്കൊണ്ട്. ദ വില്ലേജ് പീപ്പിൾ സാറ്റ് അറൌണ്ട് ഹർ. അമ്മയെ ഒരു പായയിൽ കിടത്തിയതിനു ശേഷം ആളുകൾ എന്ത് ചെയ്തു? അമ്മയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സൂപ്പർസ്റ്റിഷൻ, തീർച്ചയായിട്ടും അന്ധവിശ്വാസം. തേള് കുത്തിയത് എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തുകൊണ്ടാണ്. ഈ തേള് കടിച്ചതിന്റെ വേദന മാറുന്നതിലൂടെ ആ മുൻജന്മ പാപം പോയി കിട്ടും എന്നുള്ള ആളുകളുടെ അന്ധവിശ്വാസം. Indian superstition was best exploited in the poem Night of the Scorpion. Nazim Ezekiel, മനസ്സിലായോ? ഇന്ത്യക്കാരുടെ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസത്തെ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എഴുതപ്പെട്ട ഒരു കാവ്യമായിരുന്നു എന്ത്? നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ. അതിന്റെ പ്രമേയം എന്താണ്? സൂപ്പർസ്റ്റിഷൻ, ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിലക്ട്. It is not select. It is not a selection.
but the right pronunciation is selection. 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 So select. The appropriate word. I was shocked to see the dash of the damage caused by the storm. I was shocked to see. എനിക്ക് ഭയങ്കര അമ്പരപ്പ് തോന്നി എന്തില് ഓഫ് ദ ഡാമേജ് കോസ്ഡ് ബൈ ദ സ്റ്റോം. ആ കൊടുങ്കാറ്റുണ്ടാക്കിയ വിനാശത്തിൽ ഞാൻ ആകെ അമ്പരന്നു എന്നുള്ളതാണ്. അതിന് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം. അവിടെ ഒരു ഡാഷ് കൊടുത്തിരിക്കുന്നു. ഏത് വേർഡ് വെച്ചുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ എക്സ്റ്റെൻറ്റ്, എക്സ്റ്റിങ്ക്റ്റ്, എക്സാക്റ്റ്, എക്സ്റ്റെൻറ്റ്. നമുക്ക് കിട്ടേണ്ട അർത്ഥം എന്തായിരുന്നു? കൊടുങ്കാറ്റുണ്ടാക്കിയിരിക്കുന്ന ആ വിനാശത്തിന്റെ വ്യാപ്തി എന്നുള്ള അർത്ഥമാണ് കിട്ടേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എക്സ്റ്റെൻറ്റ്. EXTENT. എക്സ്റ്റെൻറ്റ് എന്നുള്ള ഫസ്റ്റ് വേർഡിന്റെ മീനിങ് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ സർവൈവിങ്, അതിജീവിക്കുന്ന എന്നുള്ള അർത്ഥമാണ് ഫസ്റ്റ് എക്സ്റ്റെൻറ്റ്. സെക്കൻഡ് എക്സ്റ്റിങ്ക്റ്റ് ആണ്. മീൻസ് വംശനാശം സംഭവിച്ചിരിക്കുന്ന, നോ എക്സിസ്റ്റിംഗ്. സി എക്സാക്ട്. എക്സാക്ട് മീൻസ് ആക്യുറേറ്റ്, പ്രിസൈസ്, കൃത്യമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എന്നുള്ള അർത്ഥമാണ്. So the right answer is option D, extent. Okay, next question. Question 28. In form. Form means അതിന്റെ രൂപം വെച്ച് നോക്കുമ്പോൾ Home Burial by Robert Frost is A. C. Which genre does it belong? ഈ കവിത ഏത് ഷോറയിൽ ഏത് രൂപത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹോം ബറിയൽ. A. Dramatic monologue. B. Dramatic lyric. C. Dramatic irony. C. Melodrama. തീർച്ചയായിട്ടും ഡ്രമാറ്റിക് ലിറിക്കാണ്. ഓക്കെ, ഇത് ഉൾക്കൊണ്ടിരിക്കുന്ന ഏതിലാണ്? ഡ്രമാറ്റിക് ലിറിക്കാണ്. ഇൻ ഫോം, ഹോം ബറിയൽ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ഡ്രമാറ്റിക് ലിറിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 29. Dash. If the word great means anything in poetry, this poem is one of the greatest in the English language. Which critic opined this about Emily Dickinson's Because I Could Not Stop for Death? Because I Could Not Stop for എന്നുള്ള കവിതയെക്കുറിച്ചുള്ള ഒരു നിരൂപകന്റെ കൊമൻസ്, അഭിപ്രായ പ്രകടനമാണ് ഇത്. എന്താണ് അഭിപ്രായ പ്രകടനം നോക്കാം. ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി, കവിതയിൽ ഗ്രേറ്റ് എന്നുള്ള പദത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ദിസ് പോം ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട മഹാകാവ്യങ്ങളിൽ ഒരെണ്ണമാണ് ഇത്. ഏത്? ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഹു ഒപ്പൈൻഡ് സോ ഓർ വിച്ച് ക്രിറ്റിക് ഒപ്പൈൻഡ്. ഒപ്പൈൻഡ് മീൻസ് എക്സ്പ്രസ് ഒപ്പീനിയൻ, അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്ലീൻത് ബ്രൂക്സ്, ബി ടി.എസ്. എലിയറ്റ്, സി എലൻ ടാറ്റി, ഡി ഐ.എ. റിച്ചാർഡ്സ്. ജെ എന്നാണ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അത് ഐ എന്ന് കറക്റ്റ് ചെയ്ത് വായിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അലൻ ടാറ്റെ. ഓക്കെ, അലൻ ടാറ്റെ എന്ന് വിളിക്കപ്പെടുന്ന നിരൂപകനാണ് എമിലി ഡിക്കിൻസിന്റെ കവിതയെക്കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ്സ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് Walsoinga, the Nigerian writer, won Nobel Prize in Literature. നൈജീരിയൻ എഴുത്തുകാരനായിരുന്ന അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കാവ്യമായിരുന്നു ടെലിഫോൺ കോൺവെർസേഷൻ. പഠിച്ചു കാണും. അപ്പോൾ വോൾസോയിങ്കക്ക് ഏത് വർഷമാണ് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത് എന്നുള്ളതാണ്. It was in 1986. 1986 വോൾസോയിങ്കക്ക് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത്.
സോയിങ്ക ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിക്കാം, നൈജീരിയൻ റൈറ്റർ, നൈജീരിയൻ എഴുത്തുകാരനായിരുന്നു. ഹി റോട്ട് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീ ഈസ് മൈ ഡാഷ്. സെലക്ട് ദ റൈറ്റ് വേർഡ് എന്നുള്ളതാണ്. റൈറ്റ് വേർഡ്, കൃത്യമായിട്ടുള്ള പദം. കോൺഫിഡൻറ്റ്, കോൺഫിഡൻറ്റ്, കൺഫൈഡ്, കൺഫൈഡ്. ഓപ്ഷൻ ഡി എന്നുള്ള പദം ആദ്യം നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ബിക്കോസ് ദർ ഇസ് നോ സച്ച് വേർഡ് ആസ് കൺഫൈഡ്. കൺഫൈഡൽ എന്നുള്ള ഒരു പദം ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ബാക്കി നമുക്കുള്ള കോൺഫിഡൻറ്റ്, CONFIDANT. സെക്കൻഡ് CONFIDENT, confide. The right answer is trustworthy person to whom we can pass our secrets. വിശ്വസ്തനായിട്ടുള്ള ഒരാൾ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമുക്ക് അയാളോട് പാസ് ചെയ്യാം, മീൻസ് അയാളോട് തുറന്നു പറയാം. അതിന് ഉള്ള ഇംഗ്ലീഷ് പദമാണ് കോൺഫിഡൻറ്റ്. ഓപ്ഷൻ എ, CONFIDANT. ബി കോൺഫിഡൻറ്റ് മീൻസ് ആത്മവിശ്വാസമുള്ള. കൺഫൈഡ് അതിൽ അഡ്ജക്റ്റീവ് ആയിക്കൊണ്ട് ഉപയോഗിക്കുന്ന. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് എ ട്രസ്റ്റ് വർത്തി പേഴ്സൺ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 32. What does the light stand for in the photograph in Atwood's poem? Atwood എന്നുള്ള എ ക്യാപിറ്റലിലേക്ക് മാറ്റാം, ആളുടെ പേരാണ്. അറ്റ്വുഡ്സിന്റെ കവിതയിൽ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്നുള്ള ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്നുള്ള കാവ്യത്തിൽ അറ്റ്വുഡ് എഴുതിയിരിക്കുന്ന കാവ്യമാണ് ദ ലൈറ്റ് സ്റ്റാൻഡ് ഫോർ ഓർ ദ ലൈറ്റ്. അതിലെ വെളിച്ചം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അല്ലെങ്കിൽ സിംബോളൈസ്. ലൈഫ് ഓഫ് ദ സ്പീക്കർ, ഫ്യൂച്ചർ ഓഫ് ദ സ്പീക്കർ, ഡ്രീം ഓഫ് വിമൻ, ക്രിയേറ്റിവിറ്റി ഓഫ് വിമൻ. സർഗാത്മകമായിട്ടുള്ള സ്ത്രീകളുടെ കഴിവിനെയാണ് ലൈറ്റ് ഉൾക്കൊള്ളുന്നത്. ക്രിയേറ്റിവിറ്റി ഓഫ് വിമൻ ഈസ് ദ റൈറ്റ് ആൻസർ. ലൈഫ് ഓഫ് ദ സ്പീക്കർ അല്ല, ഫ്യൂച്ചർ ഓഫ് ദ സ്പീക്കർ അല്ല, ഡ്രീം ഓഫ് വിമൻ അല്ല, ക്രിയേറ്റിവിറ്റി ഓഫ് വിമൻ ഈസ് ദ റൈറ്റ് ആൻസർ. So option D. Next question. What is the dream shared by David Diop at the end of the Africa? End of the Africa, David Diop. ഓർമ്മിക്കാം, ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ പോയറ്റാണ്. ഫ്രഞ്ച് വെസ്റ്റ് ആഫ്രിക്കൻ പോയറ്റാണ് ഡേവിഡ് ഡിയോപ്പ്. അയാൾ ഷെയർ ചെയ്യുന്ന, ഇവിടെ ഷെയ്വ്ഡ് എന്നുള്ളത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഷെയേർഡ്, SHARED. What is the dream shared by David Diop at the end of Africa? A dark Africa. B, a free Africa. C, colonial Africa. D, none of this. A free Africa. സ്വതന്ത്രമായിട്ടുള്ള, മനസ്സിലായി, ബ്രിട്ടീഷ് റേഷ്യമിൽ നിന്നും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ആഫ്രിക്കയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത്. What is the dream shared by David Diop at the end of Africa? Option B is the right answer, a free Africa. Okay, who is Macbeth at the beginning of the play? ഷേക്സ്പീരിയൻ ട്രാജഡികളിൽ ഒരു ട്രാജഡിയാണ് മാക്ബത്ത്. പഠിച്ചു കാണും ഡിഗ്രി ക്ലാസ്സിൽ തീർച്ചയായിട്ടും. തുടക്കത്തിൽ at the end of the play or in the middle we see Macbeth as the king of Scotland. നാടകം തുടങ്ങി സെക്കൻഡ് ആക്ട് അങ്ങ് കഴിയുമ്പോഴേക്ക് നമ്മൾ കാണുന്നത് സ്കോട്ട്ലൻഡിലെ രാജാവായിക്കൊണ്ടാണ് മാക്ബത്തിനെ കാണുന്നത്, ലേഡി മാക്ബത്ത് ക്യൂൻ. പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് ഹു ഈസ് മക്ബത്ത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ. നാടകത്തിന്റെ തുടക്കത്തിൽ ആ നാടകത്തിൽ മാക്ബത്ത് ആരായിരുന്നു? തെയ്ൻ ഓഫ് ഗ്ലാമിഷ്, തെയ്ൻ ഓഫ് ഫൈഫ്, തെയ്ൻ ഓഫ് കൗഡർ, തെയ്ൻ ഓഫ് വെനീസ്. ദ റൈറ്റ് ആൻസർ ഈസ് തെയ്ൻ ഓഫ് ഗ്ലാമിഷ്. Macbeth's father being dead, his father was the Thane of Glamish. When his father died, he became the Thane of Glamish. സമീപകാലത്ത് മാക്ബത്തിന്റെ പിതാവ് മരിച്ചിരുന്നു. മാക്ബത്തിന്റെ പിതാവ് മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഗ്ലാമിഷിലെ പ്രഭുവായിരുന്നു. സ്വാഭാവികമായിട്ടും മൂത്ത പുത്രനായിട്ടുള്ള മാക്ബത്തിനാണ് ആ സ്ഥാനം കിട്ടുക. അങ്ങനെ സമീപകാലത്ത് മാക്ബത്തിന്റെ പിതാവ് മരിച്ചുകൊണ്ട് തെയ്ൻ ഓഫ് ഗ്ലാമിഷ്. തെയ്ൻ ഓഫ് കൗഡർ പിന്നീട് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് തെയ്ൻ ഓഫ് ഗ്ലാമിഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 35.
The term stands for speaking by Saussure. Ferdinand de Saussure. He is the father of modern linguistics. മനസ്സിലായി? സൈൻ, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പരോൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. സ്പീക്കിംഗ് എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഷൂഷർ ഉദ്ദേശിച്ചിരിക്കുന്നത്? ലാങ്ക്, പരോള്, സൈൻ, സിഗ്നിഫൈഡ്. ദ റൈറ്റ് ആൻസർ ഈസ് പരോൾ. ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഷയിൽ മൊത്തമുള്ള അറിവിനാണ് ലാങ്. ലാങ് മീൻസ് ടങ് എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്നാണ് ലാംഗ്വേജ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. ലാങ് മീൻസ് ഇപ്പോൾ നമ്മൾ മലയാളികൾ എന്ന നിലക്ക് മലയാളത്തിനെ കുറിച്ച് മൊത്തം ഭാഷയെക്കുറിച്ച് നമ്മളിൽ ഒരു ചിത്രമുണ്ട്. ആവശ്യം വരുന്ന അവസരത്തിൽ നമ്മൾ പരോൾ എടുത്തുപയോഗിക്കുന്നു. ആ എടുത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്നതിനാണ് പരോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലാങ് നമ്മളിലുള്ള നമ്മുടെ ഒന്നുകിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മൊത്തം മലയാള ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് ലാങ്. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇംഗ്ലീഷാണ്. എപ്പം നമ്മൾ വാ തുറന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ പേന എടുത്ത് എഴുതുന്നോ ദാറ്റ് ഈസ് പരോൾ. അപ്പൊ സ്പീക്കിങ്ങിന് കൊടുത്തിരിക്കുന്നതാണ് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? പരോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36 who talks about how tail bearers are bad as the tail makers. Tail bearers are as bad as the tail makers. രണ്ടാമത്തെ ടെയിൽ TALE എന്നാക്കി മാറ്റുക. ബെയറേഴ്സ്, ടെയിൽ ബെയററും ആർ ബാഡ് ആസ് ദ ടെയിൽ മേക്കേഴ്സ്. ഇങ്ങനെ ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇൻ സ്കൂൾ ഫോർ സ്കാൻഡലിലാണ് ഇങ്ങനെ ഒരു കമന്റ്സ് കടന്നു വരുന്നത്. ടെയിൽ ബെയറേഴ്സ് ആർ ആസ് ബാഡ് ആസ് ദ ടെയിൽ മേക്കേഴ്സ്. സോ ആരാണ് ഇങ്ങനെ ഒരു കമന്റ്സ്? ഇറ്റ്സ് ലേഡി ടീസൽ. ലേഡി ടീസൽ മേക്സ് such a comment. Okay, next question. The subtitle of the importance of being honest. Importance of being honest എന്നുള്ള നാടകത്തിന്റെ സബ് ടൈറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. The subtitle of the importance of being honest എന്നുള്ള നാടകത്തിന്റെ subtitle. Name the dance practiced and performed by Nora in a doll's house. Doll's house ആരാണ് എഴുതിയിരിക്കുന്നത്? ഹെൻറി കിബ്സൺ, നോർവീജിയൻ പ്ലേറൈറ്റ്. ഫെമിനിസവുമായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് വാദിച്ച പുരുഷനായിരുന്നു ആര് എന്നുള്ളതാണ് ഹെൻറി കിബ്സൺ. ഹെൻറി കിബ്സന്റെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്ലേസ് എ ഡോൾസ് ഹൗസ്. അതിലെ പ്രൊട്ടഗോണിസ്റ്റ് നോറയാണ്. നോറ പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ഡാൻസ് ഏതായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് മേ ഡാൻസ്, ഇറ്റ് ഇസ് നോട്ട് വാൾസ്, ഇറ്റ്സ് നോട്ട് ഒപ്പറ, ഇറ്റ് ഈസ് ടാരന്റല്ല. ഓക്കെ, ടാരന്റല്ല ഈസ് ദ റൈറ്റ് ആൻസർ. നോറ പഠിച്ചെടുത്ത ഒരു ഡാൻസ് ആയിരുന്നു ടാരന്റല്ല എന്നുള്ള നൃത്തരൂപം. തേളൊക്കെ, സ്പൈഡറൊക്കെ, എട്ടുകാലിയോ തേളോ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശരീരം പൊളഞ്ഞ് ഉള്ള ഒരവസ്ഥയുണ്ടാകും. ടാരന്റല്ല ഒരു സ്പൈഡറാണ്. ആ സ്പൈഡർ കടിച്ചു കഴിഞ്ഞാൽ, ഒരു ആഫ്രിക്കൻ സ്പൈഡർ ആണെന്ന് തോന്നുന്നു, അത് കടിച്ചു കഴിഞ്ഞാൽ ശരീരം നമുക്ക് വേദന കൊണ്ട് വല്ലാതെ പൊളയും. അങ്ങനെ ശരീരം വല്ലാതെ പുളപ്പിച്ച് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ടാരന്റല്ല. നോറ വളരെ വൃത്തിയായിട്ട് ആ ഡാൻസ് പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ ഡാൻസിന് തൊട്ട് മുമ്പ് ക്രോക്സ്റ്റാഡ് എന്ന് വിളിക്കപ്പെടുന്ന വില്ലനാകുന്ന സ്പൈഡർ എന്ത് ചെയ്തിരുന്നു? ആരെ കടിച്ചിരുന്നു എന്നുള്ളതാണ് നോറയെ. നാടകം പഠിച്ചു കാണും. നാടകത്തിൽ ആരാണ് ക്രോക്സ്റ്റാഡ്, ആരാണ് നോറ, ബാക്കി കാര്യങ്ങളൊന്നും, ആരാണ് ഹെൽമർ എന്നൊന്നും പറയേണ്ടതില്ല. എന്തിരുന്നാലും നോറ കളിക്കുന്ന ആ ഡാൻസിന്റെ പേരാണ് ടാരന്റല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിലിം വേർഷൻ ഓഫ് ഷാസ് പിഗ്മാലിയോൺ. എ ഷുവർ ക്വസ്റ്റ്യൻ. പിഗ്മാലിയോൺ എന്ന് വിളിക്കപ്പെടുന്ന ബെർണാഡ് ഷൂയുടെ നാടകത്തിന്റെ ഫിലിം വേർഷൻ, അതിന്റെ സിനിമ രൂപത്തിന്റെ പേര് മൈ ഫെയർ ലേഡി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആവർത്തിക്കുകയാണ്, വീണ്ടും ശ്രദ്ധിക്കുക. മൈ ഫെയർ ലേഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 40. സെറ്റിംഗ് ഓഫ് ദ പ്ലേ റൈഡേഴ്സ് ടു ദ സീ. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. റൈഡേഴ്സ് ടു ദ സീയിലെ പ്രൊട്ടഗോണിസ്റ്റ് മൗര്യ. അത് ഏതൊരു ദ്വീപിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട
പഠിച്ചാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരും. ആരൻ ഐലൻഡ്സ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആരൻ ദ്വീപുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതപ്പെട്ട നാടകമാണ് റൈഡേഴ്സ് ടു ദ സീ. എ വെരി ഷോർട്ട് പ്ലേ ബട്ട് വെരി പോപ്പുലർ. വളരെ ചെറിയ ഒരു നാടകമാണ്, പക്ഷെ വളരെ പ്രശസ്തമാണ്. നെക്സ്റ്റ്, ഹു ഈസ് ബെർണാഡ് ഇൻ ഡെത്ത് ഓഫ് സെയിൽസ്മാൻ? ഡെത്ത് ഓഫ് സെയിൽസ്മാൻ. അപ്പൊ സിലബസ് ശരിക്കും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സിലബസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഒരു 80% ക്വസ്റ്റ്യൻസ്. ഓക്കെ, സിലബസ് ക്ലാസ് അവിടെയും ഇവിടെയൊക്കെ നമുക്കൊന്ന് നോക്കി പോകാം. മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഹു ഈസ് ബെർണാഡ് ഇൻ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ? ഡെത്ത് ഓഫ് എ സെയിൽസ്മാനിൽ ബെർണാഡ് എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ആരാണ്? ഓഫ് കോഴ്സ് ഹി വാസ് എ ലോയർ ഓർ ഹി ഈസ് എ ലോയർ. അദ്ദേഹം ആരാണ്? ഡെത്ത് ഓഫ് സെയിൽസ്മാനിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ബെർണാഡ് തീർച്ചയായിട്ടും എന്താണ്? എ ലോയർ. ലോയർ മീൻസ് എൻ അഡ്വക്കേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലേ ദാറ്റ് ഡീൽസ് വിത്ത് നാർസിസിസം. Narcissism is a term that is used to mean to the person who gives too much importance for himself or herself. അതിന് ഒരു മിത്തോളജി, ഒരു കഥയൊക്കെ ഉണ്ട്. സ്വന്തം നിഴല് കണ്ട് പ്രണയിച്ച നാർസിസസിന്റെ കഥ. നമ്മൾ അമിതമായിട്ടുള്ള പ്രാധാന്യം നമുക്ക് കൽപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു പ്രയോഗമാണ് നാർസിസിസം. ഇവിടെ ചോദ്യം ഇതാണ്: എ പ്ലേ ദാറ്റ് ഡീൽസ് വിത്ത് നാർസിസിസം ഓഫ് ദ സെൽഫ് ഇൻവോൾവ്ഡ് ഹീറോ. സ്വയം, സെൽഫ് ഇൻവോൾവ്ഡ്, ദ ഇമ്പോർട്ടൻസ് ദാറ്റ് വൺ ഗിവ് ടു ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, ഹു അണ്ടർഗോസ് എ ടെസ്റ്റ് പുട്ട് ടു ഹിം ബൈ ദ വൈഫ് ഇൻ ഓർഡർ ടു സർവൈവ്. സർവൈവ് ചെയ്യാൻ വേണ്ടി വൈഫ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു ടെസ്റ്റിന് സർവൈവ് ചെയ്യുന്ന ഏത് പ്ലേയിലാണെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് നാഗമണ്ഡല, റിട്ടൺ ബൈ ഗിരീഷ് കർണാട്. മനോഹരമായിട്ടുള്ള ഒരു, കാരണം അതിലെ സ്നേക്ക് ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആണ്. പാമ്പ് ഒരു മനുഷ്യ രൂപത്തിൽ കടന്നു വരുന്നുണ്ട്. സോ ദ പ്ലേ ഈസ് നാഗമണ്ഡല. അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബേക്കൺ, ഫ്രാൻസിസ് ബേക്കൺ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എസ്സേ. മോഡേൺ ഇംഗ്ലീഷ് എസ്സേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മിക്കാം, ആധുനിക ഇംഗ്ലീഷ് ഗദ്യ സാഹിത്യത്തിന്റെ പിതാവായിക്കൊണ്ട് അറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിന്റെ എല്ലാ എസ്സേസും ബിഗിൻസ് വിത്ത് ഓഫ്. ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ക്ലാസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓഫ് സ്റ്റഡീസ് എല്ലാ ഡിഗ്രി ക്ലാസ്സുകളിലും എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസ്സുകളിലും, MG യൂണിവേഴ്സിറ്റി ആവട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആവട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവട്ടെ, എല്ലാ യൂണിവേഴ്സിറ്റികളുടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസിൽ അദ്ദേഹം പറയുന്നതാണ് യൂസിങ് സ്റ്റഡീസ് ടു മച്ച് ഫോർ ഓർണമെന്റ്. അറിവ് നേടാൻ വേണ്ടി മാത്രം, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം അറിവ് നേടുക. ചില ആളുകൾ പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ നിങ്ങൾ അറിവ് നേടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അഫക്ഷേഷൻ. നിങ്ങളുടെ പൊയ്മുഖം, കാപട്യത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂസിങ് സ്റ്റഡീസ് ഫോർ ടു മച്ച് ഫോർ ഓർണമെന്റ് ഈസ് അഫക്ഷേഷൻ. ഓഫ് സ്റ്റഡീസ് എന്നുള്ള പഠിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേ വളരെ ബ്രീഫാണ്, 1-1.5 പേജുകൾ. അതൊരു 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് വായിക്കുക. അതിൽ നിന്നും എന്ത് ചെയ്യും? ഹിസ്റ്ററീസ് മേക്ക് മാൻ വൈസ്, പോയറ്റ്സ് വിറ്റി, മോറൽ ഫിലോസഫി ഡീപ്, മാത്തമാറ്റിക്സ് സെറ്റിൽ എന്നൊക്കെ പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കോഡ്സ് അദ്ദേഹത്തിന്റെ ഓഫ് സ്റ്റഡീസിലുണ്ട്. ഓക്കെ, അഫക്ഷേഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. 44. Who has the liberty of stirring the fire at the club? ക്ലബില് ഫയർ സ്റ്റിർ ചെയ്യാനുള്ള, സ്റ്റിർ മീൻസ് ഇളക്കുക എന്നുള്ള അർത്ഥമാണ്. Who has the liberty of stirring the fire at the club? It's not an important question. Sir Geoffrey Notch. The correct answer is Sir Geoffrey Notch. Question 45. What seems to be the foundation for liberty according to A.G. Gardiner? A.G. എന്നുള്ള ക്യാപിറ്റലിൽ കൊടുക്കാം. A.G. ഗാർഡിനറുടെ ഓൺ ടോളറൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഓക്കെ, വാട്ട് സീംസ് ടു ബി ദ ഫൗണ്ടേഷൻ ഫോർ ലിബർട്ടി? സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്തായിരിക്കണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നോട്ട് സിംപ്ലിസിറ്റി, നോട്ട് ക്യാരക്ടർ, നോട്ട് ഹാർഡ് വർക്ക്, ബട്ട് വി മസ്റ്റ് ബി റെഡി ടു സാക്രിഫൈസ്. മനസ്സിലായി? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് എല്ലാവരുടെയും സ്വാതന്ത്ര്യം എന്ത് ചെയ്യപ്പെടുന്നത്? സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഫൗണ്ടേഷൻ ഫോർ ലിബർട്ടി മസ്റ്റ് ബി സാക്രിഫൈസ്. ബലിയർപ്പണം, ത്യാഗം എന്നൊക്കെ പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ poem that begins with these lines.
5 years have passed. Past means a past. 5 summers with the length of 5 long windows. 5 വർഷം കടന്നു പോയിരിക്കുന്നു റിവർ വൈ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ട്. റിവർ വൈ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ട്. നീണ്ട 5 വർഷത്തിന് ശേഷം ആര്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് എന്ത് ചെയ്യാണ്? റിവർ വൈ നദിക്കര ആ ഗ്രാമീണ സൗന്ദര്യം ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ വരികയാണ്. ചിൻടേൺ ആബി എന്നുള്ള കാവ്യത്തിലാണ് ഈ വരികൾ പ്രത്യക്ഷപ്പെടുന്നത്. 5 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാണ്? റിവർ വൈയോട് ചേർന്നുള്ള ആ ഗ്രാമ സൗന്ദര്യം ആസ്വദിക്കാൻ വേർഡ്സ്വർത്ത് വരികയാണ്. ഇതുവരെ വേർഡ്സ്വർത്ത് സിറ്റി ലൈഫ് ലീഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 5 years have passed. പാസ്റ്റ് മീൻസ് പാസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് പാസ്റ്റ്. 5 വർഷം കടന്നു പോയിരിക്കുന്നു. 5 summers symbolizing happiness with the length of 5 long windows. വിൻഡേഴ്സ് ലോങ് ആണെന്ന് പറയാൻ കാരണം അതിലും സിംബോളിക് മീനിങ് ഉണ്ട്. നമ്മുടെ കഷ്ടപ്പാട് ദുരിതം നിറഞ്ഞ കാലഘട്ടം നീണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ടിൻടേൺ ആബി എന്നുള്ള കാവ്യത്തിലാണ് ഈ വരി പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sounds that are articulated with a structure of close approximation. അടച്ചുകൊണ്ട്, അതായത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും വളരെ ക്ലോസ് ആയിക്കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന സൗണ്ട്സ് ഏത് എന്നുള്ളതാണ്. ഇവിടെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നു. പ്ലോസീവ്സ്, അഫ്രിക്കേറ്റ്സ്, ഫ്രിക്കേറ്റീവ്സ്, ലെറ്ററൽസ്. ഓഫ് കോഴ്സ് ഫ്രിക്കേറ്റീവ്സ്. സപ്പോസ് ഫ്രിക്കേറ്റീവ്സ് ആണ്. നമ്മൾ കിഴിച്ചിട്ട് വളരെ മേൽവരി പണ്ടിനോട് അടുപ്പിച്ചാണ് നമ്മളത് ഉച്ചരിക്കുന്നത്. അപ്പോൾ എ ക്ലോസ് അപ്രോക്സിമേഷനോട് കൂടി ഉച്ചരിക്കപ്പെടുന്ന സൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഫ്രിക്കേറ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓൺലി സൗണ്ട് ഫൗണ്ടേഷൻ ഫോർ സിവിലൈസേഷൻ ആസ് പെർ ഫോസ്റ്റേഴ്സ് ഒപ്പീനിയൻ. ഫോസ്റ്ററുടെ അഭിപ്രായത്തിൽ സൗണ്ട് ഫൗണ്ടേഷൻ ഫോർ സിവിലൈസേഷൻ, പരിഷ്കൃത സമൂഹത്തിന്റെ ഉറച്ച അടിത്തറ എന്തായിരിക്കണം എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നത്. സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ബി ഗുഡ് വിൽ ഓഫ് പീപ്പിൾ, സി സൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ഗുഡ് ക്ലൈമറ്റ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് നമുക്കറിയാം. സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എപ്പോഴും നല്ലതായിരുന്നാലേ വി ക്യാൻ ബിൽഡ് അപ്പ് എ സ്ട്രോങ് സിവിലൈസേഷൻ. ഒരു ശക്തമായിട്ടുള്ള സിവിലൈസേഷൻ നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 49. സോഴ്സ് ആൻഡ് ഒറിജിൻ ഓഫ് വുതറിംഗ് ഹൈറ്റ്സ്. എമിലി ബ്രോണ്ടിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഹൊറർ ആയിക്കൊണ്ട് കണക്കാക്കപ്പെടുന്ന ഒരു നോവലാണ് വുതറിംഗ് ഹൈറ്റ്സ്, ഉത്തുംഗശൃംഗം. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ മൊഴി വിവർത്തനം ചെയ്യപ്പെട്ട മലയാളത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഉത്തുംഗശൃംഗം. വുതറിംഗ് ഹൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന എമിലി ബ്രോണ്ടിയുടെ നോവലിൻ്റെ സോഴ്സ് എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആണ് ആ നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ബാലന്റൈൻസ് കോറൽ ഐലൻഡ്, പർച്ചസൈസ് പിൽഗ്രിമേജ്, ജർമൻ ടെയിൽ ബൈ ഹോഫ്മാൻ, Caste of Otranto by Horace Walpole is the right answer. D. Caste of Otranto by Horace Walpole. ഓർമ്മിക്കുക, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വുതറിംഗ് ഹൈറ്റ്സ് എന്തിനെ സോഴ്സ് ആക്കിക്കൊണ്ട് ബേസ് ചെയ്തുകൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഹൊറേസ് വാൾപോളിന്റെ കേസ് ഓഫ് ഒട്രാന്റോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 50. Which method in ELT is governed by the maxim proceed from known to unknown? ELT എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന അതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഈസ് ELT, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. വിച്ച് മെത്തേഡ് ഇൻ ELT ഈസ് ഗവേൺഡ് ബൈ ദ മാക്സിം. മാക്സിം മീൻസ് സെയിങ്, അപ്തവാക്യം എന്നുള്ളതാണ്. പ്രൊസീഡ് ഫ്രം നോൺ ടു അൺനോൺ, അറിയുന്നതിൽ നിന്നും അറിയപ്പെടാത്തത് എന്നുള്ള ആ മെത്തേഡിനെ ഗവേൺ ചെയ്യുന്ന ELTയിൽ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എന്താണ്? ഡയറക്റ്റ് മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. ദെൻ ആഫ്റ്റർ വി ഷാൽ കണ്ടിന്യൂ.